എനിക്ക് എത്രയെത്രയോ ഓർമ്മകളുള്ള ഒരാളാണ് ഞാൻ. ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം, ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കൊപ്പം, ആദരണീയനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്കൊപ്പം, ഇപ്പോൾ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം, അവരുടെയൊക്കെ പിന്നാലെ ഇങ്ങനെയുള്ള എത്രയെത്രയോ രാവുകൾ, എത്രയെത്രയോ പകലുകൾ, പതിറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച ഒരു എളിയ മനുഷ്യനാണ് ഞാൻ. അതെൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അവരുടെ സംസാരങ്ങൾ, അവരുടെ നേതൃത്വം, അവരുടെ മൗനം, അവരുടെ വാചാലത, അവരുടെ നർമ്മം എല്ലാം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അതിൻ്റെ പിറകെ നടന്ന് അവരുടെ നറുമണം എൻ്റെ മൂക്കിലേക്ക് മാത്രമല്ല, എൻ്റെ ആത്മാവിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു വീശിയിട്ടുണ്ട്. എന്നെ ഞാനാക്കുന്നതിൽ, എന്നെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച എൻ്റെ നേതൃത്വമാണത് എന്ന് വളരെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളിലൂടെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഞാനത് എന്നിലൂടെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ മാതാപിതാക്കളിലൂടെയാണ്. ഒരു ദിവസം എൻ്റെ വന്യപിതാവ് എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ, ഞാനിപ്പോൾ ശിഹാബ് തങ്ങളുടെ ഒപ്പമാണ് യാത്ര ചെയ്തത് എന്ന്. തങ്ങളോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്ത വന്യനായ പണ്ഡിതനായ സാത്വികനായ എൻ്റെ വന്യപിതാവ് തങ്ങളോടൊപ്പം കാറിൽ ഒന്നിച്ച് സഞ്ചരിച്ചതിൻ്റെ തൃപ്തി വീട്ടിൽ വന്ന് പങ്കുവെച്ചപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു. ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. പിന്നീട് ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം ഞാൻ എത്രയോ സഞ്ചരിച്ചുവെന്ന് മാത്രമല്ല, അഭിമാനത്തോടെ ചിലപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, എൻ്റെ ഈ നെഞ്ച് കണ്ടിട്ടുണ്ടോ, ഈ നെഞ്ചിൽ ശിഹാബ് തങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന്. ഒന്നിച്ചു പോകുമ്പോൾ തങ്ങൾ കാറിൽ കയറിയാൽ തങ്ങളുടെ തൊട്ടടുത്ത് സീറ്റിൽ ഞാനുണ്ടാകും. എത്രയോ പരിപാടികൾ, മസ്ജിദ് ഉദ്ഘാടനങ്ങൾ, മദ്രസകൾ, തങ്ങൾ ഉദ്ഘാടകൻ, ഞാൻ മുഖ്യപ്രഭാഷകൻ, ഒരുപാട് വർഷങ്ങൾ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ അങ്ങനെ സഞ്ചരിച്ച ഓർമ്മകൾ എനിക്കുണ്ട്. വണ്ടിയിൽ കയറിയ ഉടനെ തങ്ങൾക്ക് ഉറക്കം വരും. ഉറക്കം വന്നിങ്ങനെ ചെരിഞ്ഞ് വീണ് നെഞ്ചിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ആദ്യം ഞാൻ അനങ്ങാതെ എൻ്റെ നെഞ്ച് വിരിച്ചു കൊടുക്കും. പിന്നെ ഉറങ്ങുന്നതിനിടയിൽ ഉണർത്തരുത് എന്ന് വിചാരിച്ച് ഞാൻ അനങ്ങാതെ എൻ്റെ നെഞ്ച് ചേർത്ത് വെച്ചിരിക്കും. യോഗത്തിൻ്റെ സ്ഥലത്ത് എത്താൻ തുടങ്ങി എന്നറിഞ്ഞാൽ ഞാൻ മെല്ലെ തൊട്ട് വിളിക്കും, ഇതാ തങ്ങളെ നമ്മളവിടെ എത്തി. അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കും. കയറിയതേ തങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. രാത്രി മുഴുവൻ ഉറക്കളച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, പാവങ്ങൾക്ക് വേണ്ടിയാണ്. പാണക്കാട് തങ്ങൾമാരുടെ നേതൃത്വം, അവർ ജീവകാരുണ്യത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും പറയുന്നത് പ്രസംഗിച്ചുകൊണ്ടല്ല, പ്രവർത്തിച്ചുകൊണ്ടാണ്. അവരുടെ രാപ്പകലുകളാണത്, അവരുടെ ജീവിതമാണത്, അവരുടെ പ്രമാണമാണത്, ആ കുടുംബത്തിൻ്റെ പൊരുളാണത്. അതറിയാത്തവരായിട്ട് ഈ ഭൂമി മലയാളത്തിൽ ആരും ഉണ്ടാവുകയില്ല എന്നെനിക്ക് ഉറപ്പാണ്. അത് കാണാത്തവരായി, അത് കേൾക്കാത്തവരായി, അതൊരിക്കലെങ്കിലും അനുഭവിക്കാത്തവരായി, ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ, ഒരു നേരം പാണക്കാട് ഇന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മണിമുറ്റത്തും കോലായിലുമായിരുന്നു ആണെങ്കിൽ അതിനു മുമ്പ് ജ്യേഷ്ഠന്മാരുടെ, അതുകൊണ്ട് ആ തങ്ങൾ ഇവിടെ വന്ന് നമ്മോട് സഹകരണത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് പകരുമ്പോൾ അതൊരു ചരിത്രമാണ്, ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. നമുക്കിന്ന് വേണ്ടത് ഈ ചരിത്രത്തിലെ നിധികളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൂ. ഓരോരുത്തർ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ലികുല്ലി ഉമ്മത്തിൻ അജലും മുസമ്മ, ഓരോ സമൂഹത്തിനും ഒരു നിർണയിക്കപ്പെട്ട അവധിയുണ്ട്. ഖുർആന്റെ ഒരു സൂക്തമാണ്. ലികുല്ലി ഉമ്മത്തിൻ അജലും മുസമ്മ, ഓരോ സമൂഹത്തിനുമുണ്ട് ഒരു നിർണായകമായിട്ടുള്ള കാലം. ഓരോ കാലത്ത് ഓരോരുത്തർ വരും, അവർ പോവും. എല്ലാ കാലം എല്ലാവരുമില്ല, എല്ലാവരും എല്ലാ കാലവും നിലനിൽക്കില്ല. ആ ഉള്ള കാലത്ത് നല്ലത് ചെയ്യാനാണ് നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ആ മഹത്തായ കാര്യങ്ങൾ നിലനിർത്താനാണ്. അതിനിടയിൽ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ അത് മനസ്സിലാക്കാനാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ ചമക്കാനും നമുക്ക് സാധിക്കുമാറാകണം. അതിനുള്ള കഴിവും അതിനുള്ള കരുത്തും നമ്മൾ ആർജിക്കണം. അതാണ് കക്കോവ് മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ 50ാം വാർഷികത്തിൽ വെച്ച് നമുക്കെടുക്കാനുള്ള പ്രതിജ്ഞ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ
അതിന് അടിവര കുറിച്ചുകൊണ്ട് ചില്ലറ വാക്കുകൾ പറയേണ്ടതായ കാര്യം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട MLA TV ഇബ്രാഹിം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ജബ്ബാറാജി സാഹിബ് സംസാരിക്കാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, ജബ്ബാറാജി എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിലോടിയെത്തുന്നത് വൃക്കരോഗികളെ പരിചരിക്കുന്ന ഒരു ഇതിഹാസത്തിൻ്റെ സാന്നിധ്യമാണ്. അതാണ് നമ്മളിത് പറയുന്നതല്ല, പ്രവർത്തിക്കുന്നവരാണ്, നമ്മളിത് ചെയ്ത് കാട്ടുന്നവരാണ്. കൊണ്ടോട്ടിയിലെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഓരോ ഘട്ടത്തെയും വളർച്ച നോക്കി നിന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതിൻ്റെ വളർച്ച, അതിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഒരു രോഗിയെങ്കിലും കൂടുതൽ, ഇന്നൊരു രോഗി നാളെ മറ്റൊരു രോഗി, ഒരു രോഗിക്കെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. വൃക്കരോഗം ഇന്ന് വലിയ ഒരു ആധിയാണ്, വലിയ പ്രയാസമാണ്. കിഡ്നി എന്ന് കേൾക്കുമ്പോഴേക്ക് ആളുകൾക്ക് പേടിയാണ്. കാരണം ഹാർട്ട് പോലെ എന്തെങ്കിലും പെട്ടെന്ന് ബാധിച്ചാൽ ജീവനെ തന്നെ തകർക്കാൻ കഴിയുന്ന രോഗം വളരുന്ന സ്ഥലമാണ് അവൻ്റെ ശരീരത്തിലെ മുഖ്യ അവയവങ്ങളിൽപ്പെട്ട വൃക്ക. ശരീരത്തിൻ്റെ പ്രവർത്തനം വൃക്കയുടെ പ്രവർത്തനവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്നാകട്ടെ അത് നിരവധി രോഗങ്ങൾക്ക് കേന്ദ്രമാകുന്നതാണ്. അവിടെയൊക്കെ ആശ്വാസം കൊടുക്കുന്ന ജബ്ബാറാജിയെ പോലെ അല്ലാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ, അത് വർദ്ധിക്കട്ടെ. എനിക്കും എത്രയോ രോഗികൾ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാനും ശുപാർശ ചെയ്യാനും എനിക്ക് എൻ്റെ കണ്ണിലും കരളിലും വളരെ വികാരമുണ്ടാക്കുന്ന രംഗങ്ങൾക്ക് ആ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ച രോഗികളുടെ കാര്യത്തിലുള്ള അനുഭവങ്ങളുള്ള ഒരാളാണ് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനടക്കമുള്ളവർ. അതുകൊണ്ട് നമുക്കിന്ന് ഈ മാറ്റങ്ങളുടെ മുമ്പിൽ ഇതിനൊക്കെ നിലനിർത്തണം. അതിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു വികാരവും വിചാരവും നമുക്കുണ്ടാവണം. മനുഷ്യന്മാരിങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചിന്തിക്കാൻ സാധിക്കണം. ആളുകൾക്ക് രോഗം ബാധിക്കുന്നു, മരിക്കുന്നു, അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നാം നമ്മെപ്പറ്റി ആലോചിക്കണം, നമ്മുടെ സ്ഥിതിഗതികളെ പറ്റി ആലോചിക്കണം. നമ്മൾ എത്രയോ ജനാസകളിൽ പങ്കെടുക്കുന്നു, എത്രയോ മരിച്ച സ്ഥലത്ത് പോകുന്നു, എത്രയോ പേരെ ഖബറടക്കുന്നു. ഒരു മാറ്റവും നമുക്കില്ല. അഹങ്കാരത്തിന് തെല്ലും കുറവില്ല. ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മനുഷ്യന്റെ അഹങ്കാര ജഡിലമായിട്ടുള്ള അവകാശവാദങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഞാൻ എന്ന അഹന്തകളും മനുഷ്യർക്കിടയിൽ വൈരവും വിദ്വേഷവും വളർത്താൻ വെറുപ്പുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളും പരസ്പരമുള്ള കിടമത്സരങ്ങൾക്കും യാതൊരു കുറവുമില്ല. പക്ഷേ അതിനിടയിൽ നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാവിലെ ഞാനൊരു വഴിക്ക് പോകുമ്പോൾ എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, അടുത്ത സഹോദരൻ വിളിച്ചോണ്ട് പറഞ്ഞു, അബൂട്ടിയാക്ക മരിച്ചിരിക്കുന്നു എന്ന്. എൻ്റെ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന അബൂ യൂസുഫ് കുരിക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. കുറച്ച് നിമിഷ നേരത്തേക്ക് ഞാൻ സ്തംഭിച്ചു പോയി. അത്ര ഒരു പ്രായമായിട്ടില്ല, വളരെ സജീവമായിട്ട് പൊതുരംഗങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ആളാണ്. എന്ത് പറ്റിയെന്ന തോന്നലുണ്ടായി. ആർക്കറിയാം ആരുടെ കയ്യിലാണ് ജീവൻ? ഈ ലോകത്ത് ആർക്കാണ് ജീവനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ഏത് വൈദ്യശാസ്ത്രത്തിന്, ഏത് മെഡിക്കൽ സയൻസിന്, ഏത് ആശുപത്രിക്ക്, ഏത് ഡോക്ടർക്ക്? ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ മനുഷ്യനെന്ന പ്രതിഭാസം ഒറ്റ ഒന്നേ ഉള്ളൂ. അതെപ്പോഴും ഉറച്ചു വിശ്വസിക്കുക, ദൈവകാരുണ്യം മാത്രമാണ്. ദൈവകാരുണ്യം മാത്രമാണ് അവലംബിക്കാവുന്ന ഏക സംഗതി. എന്നാൽ ആ ദൈവത്തെ പോലും നിഷേധിക്കാനും അവനെപ്പോലും വെല്ലുവിളിക്കാനും ദൈവദൂതന്മാരെ അപഹസിക്കാനും പരിഹസിക്കാനും നിന്ദിക്കാനുമാണ് ചിലർക്ക് താല്പര്യം. കാരണം ഈ ദൈവത്തെയും ദൈവദൂതന്മാരെയും ഒക്കെ ആക്ഷേപിച്ചാലേ അവരുദ്ദേശിക്കുന്ന ഒരു സ്വതന്ത്ര ജീവിതം കൊണ്ടുവരാൻ കഴിയും. എന്താണ് അവരുദ്ദേശിക്കുന്ന സ്വതന്ത്ര ജീവിതം? കന്നുകാലികളെ പോലെ ജീവിക്കുക, കന്നുകാലികളെ പോലെ ജീവിക്കുക. ദൈവമില്ല, ധാർമ്മിക ബോധം പാടില്ല, വിവാഹം പാടില്ല. വിവാഹത്തിന്റെ സ്ഥാനത്ത് ഒന്നിച്ച് ജീവിക്കുക. പുതിയ പേരാണ് ഒന്നിച്ച് ജീവിക്കുക. ഈ അടുത്ത കഴിഞ്ഞൊരു മാസക്കാലം പല കൊലപാതകങ്ങളും ഞാൻ പത്രത്തിൽ വായിച്ചു.
ആണായ ഫ്രണ്ട് പെണ്ണായ ഫ്രണ്ടിനെ ഫ്രണ്ടാണ്. ഭാര്യ ഭർത്താവ് എന്ന് പറയാൻ മടിക്കുന്ന പുത്തൻ പരിഷ്കാരക്കാർ അവർ ഭാര്യ ഭർത്താക്കന്മാരിൽ വിശ്വസിക്കുന്നില്ല. ആൺ സുഹൃത്ത്, എൻ്റെ പെൺ സുഹൃത്ത്. നോക്കൂ, എന്നിട്ടോ 5ഉം 10ഉം കൊല്ലം ജീവിച്ച ഒന്നിച്ച് ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു, ഇന്നലെ പെൺ സുഹൃത്തിനെ നിർദ്ദയം കുത്തിക്കൊന്നു. 10 കൊല്ലം ജീവിച്ചു. നോ മാരേജ്. വിവാഹമുണ്ടെങ്കിൽ അതിന് പവിത്രതയുണ്ട്. നന്നേ ചുരുങ്ങിയത് രജിസ്റ്ററിൽ പേരുണ്ട്. കോടതിയിൽ പോകാം. നാട്ടുകാർ കൂടിയിട്ടുണ്ട്. അവര് സാക്ഷ്യം വഹിച്ച ഒരു മംഗല്യ കർമ്മമാണ്. ഇസ്ലാമിലാണെങ്കിൽ നിക്കാഹാണ്, കൈപിടിച്ചൊരു കരാറാണ്. ഖുർആൻ പറയുന്നു മീഥാഖുൻ ഗലീദ്, വിവാഹം ഒരു ബലിഷ്ഠമായ കരാറാണ്. ഇറ്റ് ഈസ് ആൻ അഗ്രിമെന്റ്. ഒരു കരാറുമില്ല ആണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചാൽ. നോ അഗ്രിമെന്റ്. ആരോടും ചോദിക്കാനില്ല. മാതാപിതാക്കൾ ഏതായാലും അറിഞ്ഞിരിക്കില്ല. അവരോട് പോയിട്ട് ചോദിക്കാൻ കഴിയില്ല. കുത്തിക്കൊന്നാ കൊന്നു. എന്നിട്ടും പഠിക്കാത്ത സമൂഹമാണ്. എന്നാലും ഇവന് ഇതിനെയൊക്കെ തള്ളിക്കളയണം. അതുകൊണ്ട് ഏറ്റവും വലിയ ചാരിറ്റി ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ആളുകളെ സഹായിക്കലല്ല, ധർമ്മബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കലാണ്. ഞാനിതെപ്പോഴും പറയുന്ന ആളാണ്. ഇന്ന് ഞാൻ ഒരൊറ്റ ചാരിറ്റിയിലേ വിശ്വസിക്കുന്നുള്ളൂ, രോഗികളെ സഹായിക്കുക. അതല്ലാത്ത മറ്റ് ചാരിറ്റികൾക്ക് പ്രസക്തിയില്ല. അതിനൊരുപാട് സൗകര്യങ്ങളുണ്ട്, രോഗികളുണ്ട്, അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ PKC അധ്യക്ഷ പ്രസംഗത്തിലും രോഗികളുടെ നിരവധി സഹായ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. അതുപോലുള്ളതിന് മുൻതൂക്കം കൊടുക്കണം. പക്ഷേ അതോടൊപ്പം ഈ സമൂഹത്തിൽ ധർമ്മബോധമുള്ള ഒരു ധർമ്മബോധമില്ലെങ്കിൽ ആരെന്തിനു സഹായിക്കണം? ആരെന്തിനു സഹായിക്കണം? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സകല മൂല്യങ്ങളെയും തള്ളിക്കളയുന്ന ആളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മൂല്യബോധമുള്ളവനെ സഹായിക്കൂ, മൂല്യബോധമുള്ളവനെ സഹായിക്കൂ. 250 മനുഷ്യന്മാർക്ക് വീട് വെച്ചു കൊടുത്ത ഒരു ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഒരറ്റത്ത്. സംഘടനയല്ല, ഒരു വ്യക്തി 250 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. അദ്ദേഹം 251ാമത്തെ വീടിന് താക്കോല് കൊടുക്കുന്ന ചടങ്ങിൽ വെച്ച് നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം ഒരാൾ എഴുതി. ഈ ചടങ്ങിന് വേണ്ടി അവരെന്നെ വിളിച്ചു. കർണാടക സംസ്ഥാനവും കേരളവും തമ്മിൽ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാനവിടെ പോയി, ഞാൻ ആ മനുഷ്യനെ കണ്ടു. 251ാമത്തെ വീട് അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു താക്കോൽ. അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന നിമിഷങ്ങൾ ഞാൻ മറക്കുകയില്ല. സായിറാം ഭട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സായിറാം ഭട്ട് ഒരു മുതലാളിയല്ല. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടി. പൊര ചോർന്നൊലിക്കുകയാണ്. നന്നായി മഴ പെയ്തിരിക്കുന്നു. സ്വാമി, സ്വാമി എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം സ്വാമിയൊന്നുമല്ല, ബഹുമാനം കൊണ്ടും സ്വാമി എന്ന് വിളിക്കും. സ്വാമി എന്ന് പറഞ്ഞാൽ ഒരാദര വാക്കാണ്. സ്വാമി, പൊര ചോർന്നൊലിക്കുന്നു, കഴുങ്ങിന്റെ കഷ്ണം തരുമോ? 2 ഓലയും തരുമോ? അദ്ദേഹം കഴുങ്ങിന്റെ കഷ്ണം ഓലയല്ല കൊടുത്തത്. വീടിന്റെ അകത്ത് പോയിട്ട് ഒരു പണക്കിഴി കൊണ്ടുവന്നിട്ട് കയ്യിലേൽപ്പിച്ചു. 61,000 രൂപ. കാശിക്ക് പോകാൻ ഞാൻ കരുതി വെച്ച പൈസയാണ്. ഇത് കൊണ്ടുപോയിട്ട് വീട് വെക്കൂ. പിന്നെ കുറേശ്ശെ കൊടുത്തു, പിന്നെ കുറേശ്ശെ കൊടുത്തു. 250 വീട് കെട്ടി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹം നിര്യാണം പ്രാപിച്ചത്. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നത് തന്നെ ഒരു നന്മയാണ്. എന്തെങ്കിലും ഒന്നിൽ വിശ്വസിക്കൂ. ഒന്നിലും വിശ്വസിക്കാത്തവനെ പേടിക്കൂ. ഒന്നിലും വിശ്വസിക്കാത്തവനെ ഭയപ്പെടൂ. ദൈവത്തിൽ വിശ്വാസമില്ല, മൂല്യങ്ങളിൽ വിശ്വാസമില്ല, സ്വന്തം അച്ഛനിൽ വിശ്വാസമില്ല, അമ്മയിൽ വിശ്വാസമില്ല, മനുഷ്യനിൽ വിശ്വാസമില്ല. അവരെ പേടിക്കൂ.
അതുകൊണ്ട് 50 കൊല്ലം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഈ സംഘടന, ഈ 50 കൊല്ലത്തിലിടക്ക് പല തവണ ഈ നാട്ടിൽ വന്ന ഒരാളാണ് ഞാൻ. ഈ കക്കൗ റിലീഫ് കമ്മിറ്റിയുടെ വേദിയിൽ ഒരുപാട് തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. PKC പറയുന്നത് നിങ്ങളിവിടെ രാവിലെ പ്രസംഗിച്ചിട്ടുണ്ട്, ഉച്ചക്ക് പ്രസംഗിച്ചിട്ടുണ്ട്, രാത്രി പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ ഫറൂഖ് കോളേജിൽ നടന്നു വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് PKC എന്നോട് പറഞ്ഞു. എനിക്ക് തന്നെ അത് അത്ഭുതമായിരുന്നു അത് കേട്ടപ്പോൾ. ഏതായാലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതൊക്കെ ഓർമ്മകളാണ്. പക്ഷെ അതോടൊപ്പം എനിക്കൊന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നാട് മാറുകയാണ്, ജനങ്ങൾ മാറുകയാണ്, മനുഷ്യൻ മാറുകയാണ്. അത് കാണാതെ നമ്മൾ ജീവിച്ച് മരിച്ചു പോകരുത്. വലിയ മാറ്റമാണ് നാട്ടിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സംഭവിക്കുന്നത്. പഴയ ആണുങ്ങളല്ല, പഴയ പെണ്ണുങ്ങളല്ല, പഴയ സുഹൃത്തല്ല. വല്ലാത്ത ഒരു കാലമാണ്. കാശ് കിട്ടുമെങ്കിൽ എന്തും ചെയ്യും. കാശ് 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 കിട്ടുമെങ്കിൽ ഒരു മനുഷ്യനെ കഷ്ണം വെട്ടി ചാക്കിലാക്കും. കാശ് 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 കാശ്. ഒരു നിത്യ ചൈതന്യതയോടൊപ്പം ഞാൻ സഞ്ചരിച്ചിരുന്ന ഒരു കാലത്ത് ഒരിക്കൽ ഗുരു എന്നോട് പറഞ്ഞു, രസകരമായിട്ട് പറഞ്ഞു, പാതിരാ പുള്ളുകൾ പാട്ടുപാടുന്നു, മനുഷ്യൻ കാലത്തുണരുന്നില്ല. സുബഹിക്കുണരണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഥാർത്ഥ ഹിന്ദു ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരും. ഇത് രണ്ടും അല്ലാത്ത ചില മനുഷ്യന്മാര്, ഒന്നിലും ഇല്ലാത്തവര്, ആടുമാടുകളെ പോലെ രാത്രി തോന്നിയ പോലെ കഴിഞ്ഞുകൂടി നേരം പുലർന്നിട്ടും കന്നുകാലികളെ പോലെ കിടക്കും. അത് പറഞ്ഞിട്ട് ഗുരു എന്നോട് പറഞ്ഞു, കാശ് കിട്ടുമെങ്കിൽ മനുഷ്യനും നേരത്തെ ഉണരും എന്ന്. പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണരും. അതാണ് മനുഷ്യൻ. എന്നാൽ അന്ന് അങ്ങതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇന്ന് കുത്തും വെട്ടും എന്തും ചെയ്യും. 10 ഉറുപ്യ കിട്ടുമെങ്കിൽ സ്വന്തം സുഹൃത്തിനെ ഒറ്റുകൊടുക്കും. അതിനാണ് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. ഓരോ ഗ്രാമത്തിലും സംഘടനകൾ ഉണ്ടാവണം. മനുഷ്യത്വത്തെ കാക്കുന്ന സംഘടനാ സംവിധാനങ്ങൾ. എല്ലാ മതസ്ഥരും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ കൈകോർത്ത് പിടിക്കണം, നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ. ഇന്ന് ഏറ്റവും വലിയ ചാരിറ്റി എന്തെന്ന് എന്നോട് ചോദിക്കൂ, ഞാൻ പറയും, ഒരു മയക്കുമരുന്ന് അഡിക്റ്റിനെ രക്ഷപ്പെടുത്തൂ. മയക്കുമരുന്നുകാരന്റെ ഉള്ളം കയ്യിലാണ് കേരളം. പേടിച്ചിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ. ആരോടും തർക്കിക്കാൻ പോകരുത് റോട്ടുമ്മേ. ചിലപ്പോൾ അവൻ നിങ്ങളെ കൊന്നു ഒരു ഒറ്റയടിക്ക്. അവൻ മയക്കുമരുന്നാണോ എന്ന് പറയാൻ കഴിയില്ല. റോട്ടിലൊന്ന് വെച്ച് ആരോടും തർക്കിക്കരുത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അംഗമായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് വണ്ടി എന്തിനാണ് ഇവിടെ നിർത്തിയതെന്ന് ചോദിച്ചേ ഉള്ളൂ. മുനിസിപ്പൽ കൗൺസിലറാണ്. ഒരു പാറക്കല്ല് കൊണ്ടുവന്നിട്ട് ആ ചോദ്യം കേട്ടവൻ ഒരു ഒറ്റയിടിയാണ്, അവിടെ വെച്ച് മരിച്ചു. അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു ആ കൊന്നവൻ. വന്ദന എന്ന ഡോക്ടർ പെൺകുട്ടിയെ ഒരുത്തൻ കത്രിക കൊണ്ട് കുത്തിക്കൊന്നു. അവൾ ഉപയോഗിക്കുന്ന കത്രിക കൊണ്ടാണ് അവളെ കുത്തിയത്. പാവം കുട്ടി. അവൾ കുത്തിക്കൊന്ന് മരണപ്പെട്ട ശേഷം അവളുടെ MBBSന്റെ റിസൾട്ട് വന്നിരിക്കുന്നു 1 മാസം മുമ്പ്. ഈ കേരളം ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. കുത്തിക്കൊന്നവൻ മാഷാണ്, അതും കേരളം ചർച്ച ചെയ്യണം. കുട്ടികളെ മാത്രം നന്നാക്കിയാൽ പോരാ, മാഷമാരെ നന്നാക്കണം. അയാൾ മയക്കുമരുന്ന് അഡിക്റ്റാണ്. മാഷന്മാരെന്തോ ദിവ്യന്മാരല്ല. അത് പണ്ട്. അയാള് മയക്കുമരുന്ന് അഡിക്റ്റാണ്. ഒരു പാവം ഡോക്ടർ പെൺകുട്ടി, അവൾ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുത്തിക്കൊന്നു, ഫിനിഷ് ചെയ്തു. അമ്മയ്ക്കും അച്ഛനും മോളെ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെയും കൊണ്ട് ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടു. അവൾക്ക് മിഠായി വാങ്ങിക്കൊടുത്തു. ഉപയോഗിച്ച് ജീവച്ഛവമാക്കി ആ പൈതലിനെ അവൻ നിലത്തിട്ട് ചവിട്ട് ഞെരിച്ചു കൊന്നു. ഞാനിപ്പോ പറയാറുള്ളത് ഇതൊക്കെ ശൈത്താനാണ്. ശൈത്താൻ നാട്ടിലിറങ്ങിയിരിക്കുകയാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം താക്കീത് ചെയ്തത് പിശാചിനെ കുറിച്ചാണ്. മനുഷ്യക്കോലത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കാലമാണ്. ഞാൻ പിശാച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗക്കാർക്കും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ചെകുത്താൻ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു സാറ്റാൻ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ശൈത്താൻ. ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും വാക്ക് ഏകദേശം ഒരുപോലെയാണ്. മൂപ്പരെ പേര് എല്ലാ ഭാഷയിലും ഒരുപോലെയാണ്. ശൈത്താൻ, ചെകുത്താൻ, സാറ്റാൻ, ഈവിൾ ഫോഴ്സ്, തിന്മയുടെ ഒരു ശക്തി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഈ ദുശക്തിക്കെതിരെ താക്കീത് ചെയ്തു. അവൻ സൃഷ്ടിക്കുന്ന പ്രേരണകൾ, അവൻ സൃഷ്ടിക്കുന്ന ദുഷിച്ച ചിന്തകൾ, അവൻ ആളുകളെ തമ്മിൽ തെറ്റിപ്പിക്കലാണ് അവന്റെ ഹോബി. വർഗീയതൊക്കെ അവനുണ്ടാക്കുന്നതാണ്. നല്ല മനുഷ്യന്മാർക്കിടയിൽ വർഗീയത ഉണ്ടാവില്ല. മതം മനുഷ്യനെ സംസ്കരിക്കാനാണ്, മതം മറ്റൊരാളെ വെറുക്കാനല്ല. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ ഗ്രാമത്തിലും മയക്കുമരുന്ന് പിശാചിന്റെ ആഫീസിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിനഡിക്റ്റായവനും പിശാചിനെ പോലെ പ്രവർത്തിക്കും. അവനെ നോക്കിയാൽ തന്നെ പിശാചിന്റെ ലക്ഷണങ്ങൾ കാണും. നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടി കഴിയില്ല. അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു കൊലപാതകം ഉണ്ടായി. 5 ആൾ ഒന്നിച്ചുറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അതിലൊരാൾ മരിച്ചിരിക്കുന്നു. പുറത്തുനിന്ന് ഒരാളും അങ്ങോട്ട് വന്നിട്ടില്ല. അതിലൊരാൾ പോലും പുറത്തേക്ക് പോയിട്ടുമില്ല. പോലീസ് കുടുങ്ങി, കേസ് എഴുതി തള്ളി, ഒരു നിലക്കും തെളിയിക്കാൻ കഴിയുന്നില്ല. അവസാനം എങ്ങനെയോ ഒരു തുമ്പ് കൊണ്ട് തെളിഞ്ഞു. ആ കിടക്കുന്നവരിൽപ്പെട്ട ഒരുത്തനാണ് ആ കൊല നിർവഹിച്ചത്. അവൻ മയക്കുമരുന്ന് അഡിക്റ്റാണ്. പൈശാചികമാണ്. ആ പൈശാചികമായ പ്രവൃത്തികളാണ്. അതാണ് ഈ ലോകം. വെറുപ്പ്, വിദ്വേഷം, അതൊക്കെ അവന്റെ വകയാണ്. 2 ആൾക്കാരെ ഞാൻ തമ്മിൽ തെറ്റിപ്പിച്ചു എന്ന് ഒരു പിശാചിന്റെ നേതാവിനോട് പറയുമ്പോൾ, ഇബ്ലീസിനോട് പറയുമ്പോൾ, ഇബ്ലീസ് ആ ശൈത്താനെ അഭിനന്ദിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ലോക ഗുരുവാകുന്നു പുണ്യ റസൂൽ. ഞാൻ 2 ആൾ തമ്മിൽ തെറ്റിപ്പിച്ചു എന്ന് ശൈത്താൻ പറയും ഇബ്ലീസിനോട്. അപ്പൊ അവരുടെ നേതാവായ ഇബ്ലീസ് അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ഒരാളെങ്കിലും തെറ്റിപ്പിക്കണം. മനുഷ്യന്മാരെ നല്ല നിലയിൽ പാർക്കരുത്. അസൂയ, പക, വിദ്വേഷം, വൃത്തികെട്ട സെക്സ്, നഗ്നത, ഇതൊക്കെ പൈശാചികമാണ്. അങ്ങനെയുള്ളതിനൊക്കെ ഇന്ന് ഊട്ടി വളർത്തുകയാണ്. അതിനെ വളർത്താനുള്ള ഏർപ്പാടുകളാണ്. നിങ്ങളൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മദ്രസകളും സ്കൂളുകളും കെട്ടിപ്പൊടുക്കുന്നു. നിങ്ങൾ അറിയാത്തൊരു വിദ്യാഭ്യാസം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതവരുടെ കയ്യിലുള്ള മൊബൈലിൽ നിന്നാണ്. അതിനവർക്ക് നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. അതിലൂടെ അവർ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഓരോ നാട്ടിലും മനുഷ്യത്വത്തിന്റെ കാവൽ സംഘങ്ങൾ ഉണ്ടാവണം. ധാർമ്മിക ബോധത്തിന് കാവൽ നിൽക്കണം. സാഹോദര്യം കാക്കണം. അതോടൊപ്പം നാട്ടിലെല്ലാ വിഭാഗം ആളുകളും കൈകോർത്ത് പിടിക്കണം. ഇന്ത്യ, കേരളം, മതമേതായാലും മനുഷ്യന്മാരൊക്കെ സാഹോദര്യത്തിൽ കഴിയണം. സമുദായമേതായാലും കഴിയണം. തമ്മിൽ കൊല്ലാനും വെറുക്കാനും തുടങ്ങിയാൽ എവിടെ എത്തും? സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുട്ടികളെ കൊണ്ട് ഒരു കുട്ടിയെ തല്ലിപ്പിക്കുന്ന കാലമാണ്. എന്നിട്ട് അതിനെ യാതൊരു ലജ്ജയുമില്ലാതെ ന്യായീകരിച്ചു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അവസാനം ഇന്നലെ മാപ്പ് പറഞ്ഞു. ലോകം മുഴുവൻ എതിരായി മാറിയപ്പോ മാത്രം,
ലോകത്തിന്റെ മനസാക്ഷി മരിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം സംഗതികളെ ലോകം അംഗീകരിക്കില്ല. ഒരു പാവപ്പെട്ട കുട്ടിയെ മറ്റു കുട്ടികളെ കൊണ്ട് തല്ലിപ്പിക്കുന്നു. കാരണം ആ കുട്ടിയുടെ പേരാണോ പ്രശ്നം? അങ്ങനെയുള്ള വർഗീയതയും വിഭാഗീയതയും കാണുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഐക്യം ഉയർത്തിപ്പിടിക്കാൻ ഒറ്റക്കെട്ടാവണം. ഗാന്ധിയെ ഓർക്കണം. ഗാന്ധി മരിച്ചിട്ടില്ലെന്ന് ഓരോ നേരവും വിളിച്ചു പറയണം. ഗാന്ധി ഉയർത്തെഴുന്നേൽക്കും. ഗാന്ധി ഇന്ത്യയുടെ ആത്മാവാണ്. പെടയുന്ന മനുഷ്യന്റെ രോദനമാണ് ഗാന്ധി. ആ അർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ ഐക്യവും സാഹോദര്യവും വളർത്തണം. ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള സാഹോദര്യം എന്തൊരു നല്ല നാടാണ്, കൈകോർത്ത് പിടിച്ചതാണ്. എങ്ങനെയാണ് കക്കോവുണ്ടായത്? എങ്ങനെയാണ് കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്തതാണ്. മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വരച്ചു കാട്ടിയ സൗഹൃദം, സഹകരണം ഹിന്ദു മുസ്ലിം മൈത്രിയുടേതാണ്. സ്വാതന്ത്ര്യ സമരം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഇന്ന് ചില ആളുകൾ വേർപിരിക്കാൻ ശ്രമിച്ചാൽ അത് വേർതിരിയില്ല. നിങ്ങൾ രണ്ടാക്കിയാൽ വാരിയംകുന്നം കുഞ്ഞഹമ്മദാജിയെയും MP നാരായണ മേനോനെയും നിങ്ങൾക്ക് രണ്ടാക്കാൻ കഴിയില്ല. അവരുറ്റ സുഹൃത്തുക്കളായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വാരിയംകുന്നനെ MP നാരായണ മേനോനെ രണ്ട് തട്ടിലാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷെ അവസാനം വരെ അവർ ഉറ്റ സഹോദരങ്ങളായി. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഐക്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി അതാണ്. നമ്മുടെ മതേതരത്വത്തിന്റെ ശക്തി അതാണ്. ആ മതേതരത്വമാണ് ഇന്ത്യയുടെ ആത്മാവ്. ഇന്ന് ചിലർക്ക് അതിനല്ല താല്പര്യം, കുഴപ്പമുണ്ടാക്കാനാണ്. അവർക്കിപ്പോ 75 കൊല്ലം കഴിഞ്ഞപ്പോ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനാണ് കമ്പം. 75 കൊല്ലം ഇന്ത്യ നിലനിന്നത് ഏക സിവിൽ കോഡ് കൊണ്ടാണോ? ഇന്ത്യ ചന്ദ്രയാനിൽ കാലുകുത്തി. ഇന്ത്യ മറ്റു പലയിടത്തും എത്തി. അത് ഇന്നങ്ങോട്ട് എത്തിയതല്ല. നെഹ്റുവിനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ തുടങ്ങി വെച്ചതാണ്. നെഹ്റുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ശാസ്ത്രബോധത്തിന്റെ ശില്പി. അങ്ങനെയുള്ള ഇന്ത്യ പുരോഗതിയിലേക്ക് വളരുകയാണ്. അന്നെന്തേ ഈ 75 കൊല്ലം ആർക്കും തോന്നാത്ത ഏക സിവിൽ കോഡ്? എന്താ ഈ ഏക സിവിൽ കോഡ്? ഓരോ പ്രത്യേക സമുദായങ്ങൾക്കും മതങ്ങൾക്കും സ്വന്തമായ വിശ്വാസ പ്രമാണങ്ങൾ അനുവദിക്കില്ല പോൽ. എല്ലാവരും ഒന്നാകണം പോൽ. ഒറ്റ നിയമമാകണം പോൽ. അമ്മാതിരിയുള്ള ബുൾഡോസർ മനസ്ഥിതിയെ മതേതര ഇന്ത്യ ചെറുത്തു തോൽപ്പിക്കും. അതിനെ ഇന്ത്യ അനുവദിക്കില്ല. ഇന്ത്യയുടെ ആത്മാവ് അനുവദിക്കില്ല. ഇന്ത്യൻ മതേതരത്വം അനുവദിക്കില്ല. ഇപ്പൊ ഏക സിവിൽ കോഡ് വർത്തമാനം അധികം കേൾക്കാനില്ല. എന്താ കാരണം? തൊട്ടപ്പ കൈപൊള്ളി. അത് ഇവിടുത്തെ ഹിന്ദുക്കൾ വരെ എതിർക്കുമെന്ന് മനസ്സിലായപ്പോ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നതാണ്. സിവിൽ കോഡ് വരുമോ? ഇല്ല, വന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു കൊണ്ടുവരില്ല അടുത്തൊന്നും. എന്തുകൊണ്ട്? ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം പോലും അത് അംഗീകരിക്കില്ല. ഇന്ത്യ വൈവിധ്യമാണ്. ഇന്ത്യ പലതാണ്. ഇന്ത്യ പലതിൻ്റെ സൗന്ദര്യമാണ്. ഇന്ത്യ ഒരു സംഘഗാനമാണ്. ഹാർമോണിയം, സിറ്റാർ, ഗിറ്റാർ, സരോദ്, തബല ഒക്കെ ചേർന്ന് മീട്ടുന്ന പാട്ടാണ് ഇന്ത്യ. ഒറ്റൊന്നെന്ന് മാത്രം പറയാൻ ഇന്ത്യയിൽ കഴിയില്ല. ഇന്ത്യ പലത് ചേർത്ത ഒരു പൂങ്കാവനമാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത്. എന്നാലും പിന്നെ എന്തിനാ ഇതൊക്കെ പറയണത്? ഒരു കുഴപ്പമുണ്ടാക്കാൻ, ഒരു വിവാദം ഉണ്ടാക്കാൻ, ഒരു ഒച്ചപ്പാടുണ്ടാക്കാൻ. ആ ശ്രമം ഇപ്പോഴും നടക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു പ്രൈവറ്റ് ബില്ല് വരാൻ പോകുന്നു എന്ന് കേട്ടു, ഏക സിവിൽ കോഡ്. അതാദ്യം കണ്ടെത്തിയത് ഈ വിനീതനാണ്. വരാൻ പോകുന്ന അജണ്ടയിൽ ഇങ്ങനൊരു സാധനം കിടക്കുന്നുവെന്ന് ആദ്യം ദിവസങ്ങൾക്ക് മുമ്പ്
അത് അജണ്ടയിൽ വരുന്ന ആ നിമിഷം കണ്ടെത്തി, അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, മറ്റ് എം പിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വകാര്യ ബില്ല്, വെള്ളിയാഴ്ച അവതരിപ്പിക്കുന്ന സ്വകാര്യ ബില്ല് ഗവൺമെന്റായിട്ട് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് മെമ്പർമാരെ കൊണ്ടുവന്നിട്ട് ഒരു ചർച്ച ഉണ്ടാക്കുക. പക്ഷെ അത് പൊളിഞ്ഞു, പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു, ആ സാധനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കുഴപ്പമുണ്ടാക്കാനാണ്, ഇതൊന്നും നല്ലതിനല്ല. നല്ലതെന്താണ്? സഹകരിക്കുക, കൈകോർത്ത് പിടിക്കുക, മൈത്രിയാണ്, സാഹോദര്യമാണ്, ഒന്നിച്ചു നിൽക്കുക. ഗാന്ധിയാണ്, മൗലാന അബുൽ കലാം ആസാദാണ്, അംബേദ്കറാണ്, ഇസ്മായിൽ സാഹിബാണ്. അവരൊക്കെ കാട്ടിയ സൗഹൃദത്തിൻ്റെ മാർഗമാണ്. എല്ലാവരും കൈകോർത്ത് പിടിച്ചു പോകലാണ്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മനുഷ്യ നന്മ മരിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രത്യാശിച്ചുകൊണ്ട്, ഓർക്കുക പ്രിയപ്പെട്ടവരെ, ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. ആ ഉള്ള കാലത്ത് നല്ലത് ചെയ്യാനാണ് സർവശക്തനായ അള്ളാഹു നമ്മെ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് അവസാനിച്ചു പോകും, വളരെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്നൊരു ജീവിതമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിയുണ്ടല്ലോ, അവനെ ഫിനിഷ് ചെയ്യാൻ എളുപ്പമാണ്. കിഡ്നിക്കകത്ത് കയറുന്ന ഒരു ചെറിയ അസുഖം മതി, ഹാർട്ട് ഒരു നേരത്ത് സ്തംഭിച്ചാൽ മതി, ക്യാൻസറിന്റെ ഒരു അംശം മതി, കോവിഡിന്റെ ഒരു വൈറസ് മതി. ഇപ്പോൾ കോവിഡ് വന്നു പോയ ശേഷം ആളുകൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള മരണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ആർക്കറിയാം ഇതിന്റെ കാരണം എന്താണെന്ന്? കോവിഡിന്റെ അനന്തരഫലമാണോ, അതോ കോവിഡിന് വേണ്ടി കൊടുത്ത ചികിത്സയുടെ അനന്തരഫലമാണോ? കോവിഡ് തന്നെ എവിടെ നിന്നുണ്ടായി? തൊട്ടതിനൊക്കെ ഗവേഷണം നടക്കുന്ന ഈ ഭൂമിയിൽ ഇന്നോളം ആരും പറയുന്നില്ല ഈ കോവിഡിന്റെ വൈറസ് എവിടുന്ന് വന്നു, ആരുണ്ടാക്കി. അത് റിസർച്ച് ചെയ്യൂല, അതിനെപ്പറ്റി ഗവേഷണം നടക്കൂല. തൊട്ടതിനൊക്കെ റിസർച്ചാണ്. ഒരു നിപ വന്നപ്പോഴേക്ക് പാവപ്പെട്ട വവ്വാലിന് വരെ രക്ഷയില്ലാതായ റിസർച്ചാണ്. വവ്വാലായിരിക്കാം, ഞാനതിനെ നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. പക്ഷേ കോവിഡിന്റെ കാര്യത്തിൽ ഇന്നോളം റിസർച്ചില്ല. ചൈനയിൽ ഇത് എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി? മനുഷ്യനെ കൊണ്ട് പിശാച് ഉണ്ടാക്കിച്ചുവോ? പിശാചിന്റെ പരമ്പരാഗത ശത്രുതയാണോ മനുഷ്യവംശത്തോട്? അതോ മനുഷ്യനെ കൊല്ലാൻ മനുഷ്യൻ തന്നെ കണ്ടെത്തിയ ഉപാധിയാണോ? ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ള ജീവിതം നന്മ ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, ഭൂമിയിൽ നന്മയുടെ ഒരു വിത്തായി മാറുക, കൈകൾ കോർത്ത് പിടിക്കുക. ഇർഹം മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർഹമുക മൻ ഫിസ് സമാ, എങ്കിൽ മാനത്തുള്ളവൻ സർവശക്തൻ നിങ്ങളോടും കരുണ കാട്ടും. കാരുണ്യം, 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 കരുണ മാത്രമാണ്. എല്ലാവരോടും കരുണ മാത്രമാണ്. ആടിനെ അറുക്കാൻ പോകുമ്പോൾ അതിൻ്റെ തല തൻ്റെ കാലുകൾക്കിടയിലേക്ക് ചേർത്ത് പിടിച്ച് അതിൻ്റെ കഴുത്ത് ഇറുക്കി പിടിച്ച് അതിനെ അറക്കാൻ പോകുന്ന ഒരാളെ കണ്ടപ്പോൾ പുണ്യ റസൂൽ ചോദിക്കുന്നുണ്ട്, നീ മിണ്ടാപ്രാണിയെ 2 വട്ടം അറുക്കുകയാണോ? അതിനെ നീ 2 വട്ടം കൊല്ലുകയാണോ? നീ അതിൻ്റെ തല നിന്റെ കാലുകൾക്കിടയിലേക്ക് ഇറുക്കി വെച്ചപ്പോ ദയനീയമായിട്ട് അറക്കുന്നവനെ ആ ആട്ടിൻകുട്ടി നോക്കുന്നത് പരിശുദ്ധ നബി കാണുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ധർമ്മം, ഇതാണ് കരുണ. ഏത് കാര്യത്തിലും മുറുകെ പിടിക്കേണ്ടത് ഒരു കാരുണ്യമാണ്. ഒരു ദയയുമില്ലാതെ പെരുമാറുന്ന ലോകത്ത് മനുഷ്യർ വർദ്ധിക്കുന്ന ഒരു കാലത്ത് ഇത് പാഠമായിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ജനങ്ങളെ വിളിച്ചു വരുത്തൂ, അവർക്ക് പഠന ക്ലാസുകൾ കൊടുക്കൂ.
മയക്കുമരുന്ന് അഡിക്റ്റുകളെ ചികിത്സിക്കൂ. കൂടുതൽ ആളുകളെ മയക്കുമരുന്നിലേക്ക് പോകാതിരിക്കാൻ ഗ്രാമങ്ങൾക്ക് വേലി കെട്ടൂ. ഗ്രാമങ്ങൾക്ക് വേലി കെട്ടൂ, മഹല്ലുകൾക്ക് വേലി കെട്ടൂ. നിങ്ങളുടെ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തൂ. മനുഷ്യൻ പിശാചായി മാറാതിരിക്കാൻ അവന്റെ അകത്ത് ധർമ്മബോധം എന്നും എന്നും അങ്കുരിപ്പിക്കൂ. ഇതാണ് ഇന്ന് നടക്കേണ്ട ഏറ്റവും വലിയ ധാർമ്മിക പ്രവർത്തനം, മാനുഷിക പ്രവർത്തനം. തഖ്വ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ അതുപോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള മഹത്തായ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഞാനിതിനു വേണ്ടി മുൻകാലത്ത് പ്രവർത്തിച്ചവരെ ഓർക്കുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഇതിന് വഴികാട്ടിയവർ, ഇതിന് സഹായിച്ചവർ, മരണപ്പെട്ടു പോയവർ, അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ വിട പറഞ്ഞു പോയവർ, അതിനു മുമ്പുള്ളവർ, മുമ്പേ നടന്നവർ മഹാന്മാരാണ്. നമ്മൾ പിമ്പേ നടക്കുന്നവരാണ്. ഇന്നത്തെ സൗകര്യമില്ലാത്ത കാലത്ത് കഴിയുന്ന ഒരുപക്ഷെ അവർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. കാരണം മുമ്പ് ജീവിച്ചു പോയവർ പുതിയതൊന്നും കാണേണ്ടി വന്നില്ല. ഇന്ന് ജീവിക്കുന്ന കുട്ടികൾ പഴയതും കാണേണ്ടി വന്നില്ല. നമ്മൾ രണ്ടും കാണാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മൾ പഴയത് കണ്ടു, പുതിയതും കാണുന്നു. അങ്ങനെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ കൂടുതൽ മൂല്യങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടവരാണ്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ ഇവിടെ പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട MLA TB ഇബ്രാഹിം സാഹിബ് മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനനേതാവ് ജബ്ബാർ ഹാജി സാഹിബ് മുതൽ വേദിയിലുള്ള അടുത്ത കാലത്ത് ഇവിടെ ജനപ്രതിനിധികളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, അധ്യാപകരുണ്ട്. കക്കോവ് നാട് പണ്ട് തന്നെ അധ്യാപകരുടെ നാടാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പരിസരത്തുള്ള ഫറൂഖ് കോളേജാണ്. ഒക്കെ ചരിത്രമാണ്, എല്ലാം ചരിത്രമാണ്. ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു അധ്യാപകൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് റിയാസ്, ഞാൻ സംസ്കൃത അധ്യാപകനാണ്. അതൊരു വിചിത്രമായിട്ടുള്ള സംഗതിയാണ്, പക്ഷെ സ്വാഗതാർഹമായിട്ടുള്ള സംഗതിയാണ്. ഭാഷകൾ എല്ലാവർക്കും ഉള്ളതാണ്. റിയാസിനും സംസ്കൃതം പഠിപ്പിക്കാം. ഖലീൽ ജിബ്രാൻ ഒരു മുസ്ലിമല്ല, ക്രിസ്ത്യാനിയാണ്, ഒന്നാം തരം അറബി സാഹിത്യകാരനാണ്. ഖലീൽ ജിബ്രാൻ പേര് കാട്ടാത്തൊന്നും മുസ്ലിമാണോ എന്ന് അല്ല, അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ അറബിയാണ്. നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ സ്വഭാവം അതാണ്. ലോകം അങ്ങനെയാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചേർത്ത് പിടിക്കാം. അങ്ങനെ മുൻകാല പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അവരൊക്കെ നേതൃത്വം കൊടുത്താണ് ഇതിങ്ങനെ ഉണ്ടായത്. ഓത്തുപള്ളികൾ ഞാൻ ഈ അടുത്ത കാലത്ത് 100ാം വാർഷികം ആഘോഷിക്കുന്ന പല സ്കൂളുകളിലും പോയി. ഒക്കെ 100ാം വാർഷികമാണ്. തുടങ്ങിയതൊക്കെ ഓത്തുപള്ളിയായിട്ടാണ്. അപ്പോൾ ഓത്തുപള്ളി നിസ്സാരമാണോ? ഇന്ന് 100ാം വാർഷികം നടത്തുന്ന സ്കൂളിന്റെ തുടക്കം ഒരു ഓത്തുപള്ളിയാണ്. പഴയ ചരിത്രമാണ്. ആ പഴയ ചരിത്രങ്ങളൊന്നും മറക്കരുത്. പഴയവരൊന്നും മോശക്കാരല്ല. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യ ഇംഗ്ലീഷുകാർക്ക് കത്തയച്ചത് ഇംഗ്ലീഷിലാണ്. 100 കൊല്ലം മുമ്പ് ഇംഗ്ലീഷിൽ അവർ കത്തയച്ചു ബ്രിട്ടീഷുകാർക്ക്, ഭർത്താവിനെതിരെ നടക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ. അപ്പൊ സ്ത്രീ അന്നെവിടെ ഇന്നെവിടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് പഴയകാലം മോശമല്ല, പണ്ടുള്ളവർ മോശക്കാരുമല്ല. പഴയവർ മുമ്പേ നടന്നവരാണ്, അവരുടെ പിന്നാലെ നടക്കുന്നവരാണ് നമ്മൾ. പഴയതൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയില്ല. പഴയതിൽ ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. പക്ഷേ പഴയ നന്മകളെ നിലനിർത്തണം. സ്നേഹം, ആതിഥ്യം, പരിഗണന, കാരുണ്യം, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കല്, ഇതൊക്കെ പണ്ടത്തതാണ്. മാതാവ്, പിതാവ് പണ്ടത്തതാണ്, എന്നത്തതുമാണ്. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ഒന്നുമില്ലാത്ത ഒരു കാലം സൃഷ്ടിക്കാനുള്ള ശ്രമം ആപൽക്കരമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളിലും ഒരു മതത്തിലും പെടാത്തവരുമുണ്ടെങ്കിലും അവരൊക്കെ ചേർന്നുകൊണ്ട് സാംസ്കാരികമായ നിധികൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന
നല്ല അന്തരീക്ഷം ഉണ്ടാകണം എന്ന് ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട ഈ ബഹുമാനപ്പെട്ട സദസ്സിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടും 50 കൊല്ലം പൂർത്തിയാകുന്ന ഈ സംഘടനയുടെ ഈ സമ്മേളനത്തിൽ വരാൻ സാധിച്ചതിൽ ഞാനും കൂടി ഭാഗമായിട്ടുള്ള എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. 50 കൊല്ലത്തിനിടയിൽ പല തവണ ഇവിടെ വന്നു പോയപ്പോൾ ഞാനും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഒരംശമായി. എന്നെപ്പോലെ എത്രയോ പേർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ദീർഘായുസ്സുണ്ടാവട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ നന്മ നിറഞ്ഞ ദീർഘായുസ്സുണ്ടാവട്ടെ. നല്ലത് ചെയ്യാൻ നന്മ പ്രവർത്തിക്കാൻ നമുക്ക് ദീർഘമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഒരാളെയെങ്കിലും തല്ലാനല്ല, ഒരാളെയെങ്കിലും തലോടാൻ, ഒരാളെയെങ്കിലും കുറ്റം പറയാനല്ല, ഒരാൾക്കെങ്കിലും ഒരു വാക്കുകൊണ്ട് സാന്ത്വനം പകരാൻ, ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് മരിച്ച മനുഷ്യൻ്റെ മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. നിങ്ങൾ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു നബി വചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞെട്ടിപ്പോയി. പുണ്യ നബി പറയുകയാണ്, നിങ്ങൾ ആ മനുഷ്യൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുള്ള കാരണമാണ് ഞെട്ടലുണ്ടാക്കിയത്. അയാൾ ജീവിച്ചിരിക്കണം. എന്തിനു വേണ്ടി? ഒന്ന്, ദൈവികമായ കാര്യങ്ങളുടെ ഒരു എതിരാളിയെ നേരിടാൻ അയാൾ ജീവിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ഒരു ശത്രുവിനെ നേരിടാൻ. ദൈവത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ ശത്രു. 2, ഒരു ജനാസ കർമ്മത്തിൽ പങ്കെടുക്കാൻ അയാൾ ബാക്കിയാകണം. ഒരാൾ ബാക്കിയാകണമെന്ന് റസൂലുള്ള പറയണത് വേറൊരാൾ മരിച്ചെടുത്ത് പോകാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരണ വീട്ടിൽ പോയി ഒരു ജനാസ കർമ്മത്തിൽ പങ്കെടുത്ത് അയാളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിന് പുണ്യ റസൂൽ നൽകിയ പ്രാധാന്യമാണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് നന്മ ചെയ്യാൻ നമുക്കൊക്കെ ദീർഘായുസ്സുണ്ടാവട്ടെ.